+1 ഫിസിക്സ് എട്ടാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഈ ചാപ്റ്ററിൻ്റെ മൂന്നാം ഭാഗമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. ഇതിൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സാറ്റലൈറ്റ് എന്ന വാക്ക് നിങ്ങൾ ഏവരും കേട്ടിരിക്കുമല്ലോ. അതെ, സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാം എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നാണ്. എർത്തിൻ്റെ സാറ്റലൈറ്റ്, മറ്റേതെങ്കിലും ഗ്രഹങ്ങളുടെ സാറ്റലൈറ്റ്, അങ്ങനെ പലപ്പോഴും വാർത്തകളിലും മറ്റുമായി നാം എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം. സാറ്റലൈറ്റുകൾ മനുഷ്യ നിർമ്മിതമായതും അല്ലാത്തവയും ഉണ്ട്. ഭൂമിയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ഭൂമിയുടെ കാര്യത്തിൽ കാലാവസ്ഥ വ്യതിയാനം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായി മനുഷ്യനിർമ്മിതങ്ങളായ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു ഉപഗ്രഹം കൂടി ഭൂമിക്കുണ്ട്, അല്ലേ? മൂൺ. നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ കുറച്ച് സാങ്കേതികങ്ങളായ ചില കാര്യങ്ങൾ അറിയുക എന്നതാണ് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ അടുത്ത ഭാഗം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. നമുക്ക് എർത്ത് സാറ്റലൈറ്റുകളെ പറ്റി ഒന്ന് പഠിക്കാം. എർത്ത് സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ, ഇവയാണ് എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. Earth satellites are objects which revolve around the Earth. The natural satellite of Earth is Moon. The time period is 27.3 days approximately. നമുക്കറിയാവുന്ന നമ്മുടെ ഭൂമിയുടെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാനുള്ള സമയമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപഗ്രഹങ്ങളെപ്പറ്റി, അതിൻ്റെ പേരുകളെപ്പറ്റി ഒന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് സാറ്റലൈറ്റ്സ് ആർ സ്പുട്നിക്, ആര്യഭട്ട, ഇൻസാറ്റ്, എക്സെട്ര. ഈ പേരുകളൊക്കെ നിങ്ങൾ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് തന്നെ കേട്ടിരിക്കും. സാധാരണയായി മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക്, കാലാവസ്ഥ പ്രവചനത്തിന്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഫീൽഡ്സ് ലൈക്ക് ടെലികമ്മ്യൂണിക്കേഷൻ, ജിയോഫിസിക്സ് ആൻഡ് മീറ്ററോളജി. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുകയാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഈ സാറ്റലൈറ്റുകൾക്ക് വലം വയ്ക്കാൻ പ്രത്യേക സ്പീഡുണ്ടോ, അല്ലെങ്കിൽ ഇവ വലം വയ്ക്കുന്നത്, ഭൂമിയെ ചുറ്റി വലം വയ്ക്കുന്നത് ഏത് പാതയിലൂടെയാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഉദിച്ചു വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നാം പഠിക്കുന്നത്. ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റ് ഭൂമിയുടെ ചുറ്റും വലം വയ്ക്കുന്ന ആ പാതയുടെ പേരാണ് ഓർബിറ്റ്. ഓർബിറ്റ് ഓഫ് എ സാറ്റലൈറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി അപ്പോൾ എന്തായിരിക്കും? ദ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അത് ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്ന പാതയുടെ പേര് ഓർബിറ്റ് എന്നാണ്. ആ ഓർബിറ്റിലൂടെ ആ സാറ്റലൈറ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് രൂപീകരിച്ചെടുക്കാം. എക്സ്പ്രഷൻ ഫോർ orbital velocity.
നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭൂമിയുടെ ചുറ്റും സാറ്റലൈറ്റുകൾ വലം വയ്ക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് അത് വേർപെട്ടു പോകാതെ ഒരു കാണാൻ കഴിയാത്ത അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ രൂപപ്പെടുന്നുണ്ട്. എന്തായിരിക്കും ആ അട്രാക്റ്റീവ് ഫോഴ്സ്? അതെ, നാം നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ബലമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണ് അവിടെ ഉള്ളത്, ടുവാർഡ്സ് ദി സെൻറ്റർ അല്ലേ. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണ് ഒരു സാറ്റലൈറ്റിന് ഏത് ഗ്രഹത്തിന് ചുറ്റുമാണോ കറങ്ങുന്നത് അതിൽ നിന്നും വേർപെട്ട് പോകാതെ അവിടെ പിടിച്ചു നിർത്തുന്ന ബലം. The centripetal force required for the orbital motion of the satellite is provided by the gravitational force between the satellite and the planet. ആ പ്ലാനറ്റിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുമ്പോൾ ആ പ്ലാനറ്റിലേക്ക് സാറ്റലൈറ്റിനെ അവിടെ നിർത്തുന്ന ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുപോലെ സെൻട്രിപെറ്റൽ ഫോഴ്സും ഇവ അവിടെ ഈക്വൽ ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. അത് ഇങ്ങനെ എഴുതാം: എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, വെയർ എം ഈസ് ദ mass of the satellite and v is the velocity. Therefore, the orbital velocity is given by v is equal to square root of gm divided by r plus h. നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. എ സാറ്റലൈറ്റ് വെരി ക്ലോസ് ടു എർത്ത് സർഫസ്, ഭൂമിയുടെ സർഫസിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണെങ്കിലോ, ആർ എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്, എച്ച് എന്ന് പറയുന്നത് സർഫസിൽ നിന്നുള്ള ഉയരമാണ്. നമുക്ക് മുകളിലത്തെ ഇക്വേഷനിൽ ശ്രദ്ധിച്ചാൽ കാണാം, ഈ സാഹചര്യത്തിൽ അതായത് സാറ്റലൈറ്റ് ഭൂമിയുടെ ഉപരിതലത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെ വിളിക്കുന്ന പേരാണ് എർത്ത് സാറ്റലൈറ്റ്സ്. എ സാറ്റലൈറ്റ് വെരി ക്ലോസ് ടു എർത്ത് സർഫസ് ഈസ് റെഫേർഡ് ടു ആസ് ആൻ എർത്ത് സാറ്റലൈറ്റ്. ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളുടെ ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. Thus, the orbital velocity of an earth satellite is given by square root of gm divided by r. ഇവിടെ h എന്ന് പറയുന്നത് 0 അതുകൊണ്ടാണ് നമുക്ക് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ, അതായത് v is equal to square root of gm divided by r plus h ൽ നിന്നും h is equal to 0 കൊടുത്താൽ v orbital velocity, that is Vo is equal to square root of gm divided by r എന്ന് ലഭിക്കും. ഈ ഇക്വേഷനെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യാം. നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, gm is equal to gr square. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ Vo is equal to square root of g into r എന്ന് ലഭിക്കും. നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. Vo is equal to square root of gr. നാം ഇതിന് മുൻപ് പഠിച്ച ഒരു ഇക്വേഷൻ, അതായത് എസ്കേപ്പ് വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? Ve is equal to square root of 2gr. ഇപ്പോൾ നാം പഠിച്ച ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനോ square root of gr. Therefore, Ve is equal to square root of 2 into Vo എന്ന് നമുക്ക് രേഖപ്പെടുത്താം. അതായത് രണ്ട് ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നാം ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയുമായി എങ്ങനെ റിലേഷൻ ആയിരിക്കുന്നു, അതായത് V is equal to square root of 2 into Vo. ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി.
നാം പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. പലപ്പോഴും ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ് ഇത്. ദ ടൈം പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിന് ഒരു ഗ്രഹത്തിന് ചുറ്റും ഒരു തവണ കംപ്ലീറ്റ് റെവല്യൂഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സമയം, ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരിയഡ്. The time period of a satellite is the time for it to go once fully in its orbit. Period capital T is equal to distance travelled in one revolution divided by orbital velocity. Thus, capital T is equal to 2 pi into r plus h. This is the total distance divided by square root of gm divided by r plus h. This is the orbital velocity. Thus, we can write the equation as t is equal to 2 pi root of r plus h whole cube divided by gr square. Here, gm is equal to gr square. For a satellite very close to the surface of Earth, h can be neglected in comparison to the radius. The period when h is equal to 0, the above equation can be written as t is equal to 2 pi root of r by g. Substituting the numerical values, we get t is equal to 85 minutes approximately. ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ്. ഈ സാറ്റലൈറ്റിൻ്റെ എനർജി, അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് രൂപീകരിക്കാം. എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ദ കൈനറ്റിക് എനർജി ഓഫ് ദി സാറ്റലൈറ്റ് ഇൻ എ സർക്കുലാർ ഓർബിറ്റ് വിത്ത് എ സ്പീഡ് v ഈസ് kinetic energy is equal to half mv square. Substituting for orbital velocity, we get kinetic energy is equal to gmm divided by 2 into r plus h. The potential energy at distance r plus h from the center of Earth is potential energy is equal to minus gmm divided by r plus h. The kinetic energy is positive whereas the potential energy is negative. Then the total energy capital E is equal to kinetic energy plus potential energy. We can write the total energy equation as capital E is equal to gmm divided by 2 into r plus h minus gmm divided by r plus h. That is E is equal to minus gmm divided by 2 into r plus h. Thus, the total energy of a circulatory orbiting satellite is negative. രണ്ട് വിധത്തിലുള്ള സാറ്റലൈറ്റുകൾ, അവയുടെ പേരുകൾ, അവയുടെ പ്രത്യേകതകൾ, ഇവയൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവ ഇതൊക്കെയാണ്: ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, അതുപോലെ തന്നെ പോളാർ സാറ്റലൈറ്റ്സ്. നമുക്ക് ആദ്യം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്താണ് എന്ന് പഠിക്കാം. ദ സാറ്റലൈറ്റ്സ് ഇൻ എ സർക്കുലാർ ഓർബിറ്റ്സ് അറൗണ്ട് ദ എർത്ത് ഇൻ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ വിത്ത് ടൈം പീരിയഡ് t is equal to 24 hours are called geostationary satellite. ഭൂമിയുടെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ സഞ്ചരിക്കുകയും സാറ്റലൈറ്റുകളുടെ ടൈം പീരിയഡ് 24 മണിക്കൂറുകൾ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെ നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കാം. They appears stationary with respect to Earth is called geostationary satellite. ഇവ ഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് എപ്പോഴും സ്റ്റേഷനറി ആണ് എന്ന് തോന്നും. കാരണം ഇവയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 അവർ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ എന്ന് വിളിക്കാം.
the direction of motion of the satellite is same as that of the Earth, that is from west to east. The height of the orbit of geostationary satellite is 36,000 km approximately. These satellites are mainly used for communication purpose like TV and radio broadcasting and weather forecasting. Polar satellites. These are low altitude. H is approximately equal to 500 to 800 km satellites, but they go around the poles of the Earth in a north-south direction. Since its time period is around 100 minutes, it crosses any altitude many times a day. These satellites are used for studying the weather, environment and spying. Polar satellites are extremely useful for remote sensing, meteorology as well as for environmental studies of the Earth. Weightlessness, ഭാരമില്ലായ്മ അനുഭവപ്പെടൽ. The weight of an object is the force with which the Earth attracts to it. അതായത് ഒരു വസ്തുവിന് ഭാരം അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഭൂമി ആ വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അവിടെ വെയിറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇൻ എ സാറ്റലൈറ്റ് അറൗണ്ട് ദ എർത്ത്, എവറി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി സാറ്റലൈറ്റ് ഹാസ് ആക്സലറേഷൻ ടുവാർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്, which is exactly the value of Earth's acceleration due to gravity at that position. ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ഉള്ള ഡയറക്ഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ വാല്യൂവിനോട് തുല്യമായിരിക്കും. Thus, in the satellite, everything inside it is in a state of free fall. ഈ സാഹചര്യത്തിൽ ഈ സാറ്റലൈറ്റിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫ്രീ ഫോൾ എന്ന അവസ്ഥയിൽ ആയിരിക്കും. Thus, in a manned or artificial satellite, the people inside experience no gravity. When an object is in free fall, it is weightless, and this phenomenon is usually called the phenomenon of weightlessness. +1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ. ഇതിൽ എർത്ത് സാറ്റലൈറ്റ്സ്, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്സ്, ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ്, എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നാം ഈ ക്ലാസ്സിൽ പഠിച്ചത്. +1 അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.